ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രാത്രി മുഖത്തേക്ക് അടിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു ടോണർ അല്ലെങ്കിൽ ഒരു സെറം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കുള്ള ഫുൾ വീഡിയോ കാണാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതിനാദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് ചെറുകിയെടുക്കുക. ഇനി ഇതുപോലെ ചെറുകിയെടുക്കുന്ന സ്ക്രാപ്പ് ഇങ്ങനത്തെ സാധനം നിങ്ങളടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ആ പൊട്ടറ്റോയിലുള്ള ആ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റിൽ തന്നെ അത് അടിഞ്ഞ് കിട്ടണം. അതിനുശേഷം നിങ്ങൾ ഒരു അരിപ്പയിൽ കൂടെ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. അതേ സ്ഥാനത്ത് നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുത്താൽ ഇതുപോലെ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നീര് കിട്ടും പെർഫെക്റ്റായിട്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അലോവേര ജെല്ല് വീട്ടിൻ്റെ ചെടികളിലുണ്ടായ അലോവേര ജെല്ല് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് കിട്ടൂല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് ആൽമണ്ടിൻ്റെ ഓയിലാണ്. ആൽമണ്ടിൻ്റെ ഓയിൽ കുറച്ച് എക്സ്പെൻസീവാണ്. ആൽമണ്ടിൻ്റെ ഓയിൽ ഇല്ലാത്തവർക്ക് ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത സാധനം, അതായത് നമ്മുടെ ഓയിലും അലോവേര ജെല്ലും പൊട്ടാറ്റോ ജ്യൂസും നല്ല രീതിയിൽ തന്നെ മിക്സ് ആവണം. ഈ മിക്സ് ചെയ്ത സാധനം നല്ലൊരു ബോട്ടിൽ, അതായത് സെറം ബോട്ടിലോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങളടുത്തുണ്ടെങ്കിൽ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇത് ഒഴിച്ച് വെക്കുക. ഒഴിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്കൊരു 3-4 ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. രാവിലെയും രാത്രിയും നിങ്ങളിത് മുഖത്തേക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വളരെ അടിപൊളി റിസൾട്ടാണ്. പിന്നെ നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടിയും പൊട്ടിച്ച് വയ്ക്കുക. അത് മാത്രമല്ല, ഇത് യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക. രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ മുഖത്തേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത് രാവിലെയും രാത്രിയും ചെയ്താൽ വളരെ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഇത് നിങ്ങൾക്കറിയായിരിക്കും, ഈ പൊട്ടാറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും സഹായിക്കുന്നതും അതുപോലെ തന്നെ സൺ ടാൻ എല്ലാം മാറാനും സഹായിക്കുന്ന ഒരു അടിപൊളി ടോണറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് മുന്നേ ഉറപ്പായിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ എന്ത് സാധനം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ആരുടെ വീഡിയോ കണ്ടിട്ടോ ആരുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടോ ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിന് കേടുവരുത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാകുന്ന, നിങ്ങൾക്ക് പ്രശ്നം വരില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ഏതൊരു കാര്യത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസിന് ഇതിൽ ആഡ് ചെയ്തൊന്നും അലർജിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു 4 ദിവസത്തോളം ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നല്ലൊരു ടോണറാണ്. വലിയ വില കൊടുത്ത് നിങ്ങൾ പുറത്തുനിന്ന് ടോണറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.